താമരശ്ശേരിയിലെ ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നു. കോഴിക്കോട് ജെ ഹോം പരീക്ഷാ കേന്ദ്രമാകും. വിദ്യാർത്ഥികളെ സ്കൂളിൽ പരീക്ഷ എഴുതിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമുയർന്നിരുന്ന പശ്ചാത്തലത്തിലാണ് താമരശ്ശേരിയിലേക്ക് കൊണ്ടുവന്ന് പരീക്ഷ എഴുതിപ്പിക്കില്ല, പകരം കോഴിക്കോട് ജെ ഹോമിലായിരിക്കും കുട്ടികളെ പരീക്ഷ എഴുതിക്കുക. AK അഭിലാഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, ഈ കുട്ടികളെ പരീക്ഷ എഴുതിച്ചേ മതിയാകൂ, അതാണ് ചട്ടം, അതാണ് നിയമം. നിലവിൽ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അത് തന്നെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും താമരശ്ശേരിയിലെ കോരങ്ങാട് സ്കൂളിലായിരുന്നു അവരുടെ പരീക്ഷാ കേന്ദ്രം. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസും അതോടൊപ്പം തന്നെ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും നാളെ സ്കൂളിലേക്ക് മാർച്ച് നടത്താൻ ഒരു തീരുമാനമുണ്ടായിരുന്നു. അതായത് ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാവും. അതോടൊപ്പം അവിടെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു തീരുമാനം വന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ കുട്ടികളുള്ള ജെ ഹോമിൽ തന്നെയായിരിക്കും പരീക്ഷാ കേന്ദ്രമായി മാറുക. അവിടെ വെച്ചായിരിക്കും ഈ 5 വിദ്യാർത്ഥികളുടെയും പരീക്ഷ എഴുതിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും പ്രതിഷേധമുയരുന്ന ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇത്തരത്തിൽ പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതിന് സർക്കാർ തലത്തിൽ അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിൽ തീരുമാനം വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരീക്ഷാ കേന്ദ്രം മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം നാളെ പരീക്ഷ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമൊക്കെ വരികയാണെങ്കിൽ നിരവധി കുട്ടികൾ അവിടെ പരീക്ഷ എഴുതുന്നുണ്ട്. അവരുടെയൊക്കെ ആത്മവിശ്വാസം തന്നെ തകർക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നത്. അഭിലാഷ്, നാളെ ഈ കുട്ടിയെ താമരശ്ശേരിയിൽ കൊണ്ടുവന്ന് ഈ 5 പേരെയും പരീക്ഷ എഴുതിക്കാൻ അനുവദിച്ചാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. KSUവും MSFും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ അത് തടയും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത് മാറ്റുന്നത്. മാത്രമല്ല അവരുടെ ആശങ്ക കൂടെ എഴുതുന്ന വിദ്യാർത്ഥികളെ കൂടി ഈ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം അവരെ അലോസരപ്പെടുത്തുമെന്നും അവർക്ക് പരീക്ഷ കൃത്യമായിട്ട് എഴുതാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞതുകൂടി കണക്കിലെടുത്തുകൊണ്ടാവുമല്ലേ ഈ മാറ്റം? തീർച്ചയായിട്ടും അത്തരം പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ കുട്ടികളെ അവിടെ പരീക്ഷ എഴുതാൻ തന്നെ തീരുമാനിച്ചാൽ തന്നെ അവിടെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം വേണ്ടിവരും. കാരണം ഇവർക്ക് കൂടി സുരക്ഷ ഒരുക്കേണ്ട ആവശ്യകതയുണ്ട്. അത്തരത്തിൽ പോലീസ് സന്നാഹത്തിൽ പരീക്ഷ എഴുതുന്ന ഒരു ഘട്ടത്തിൽ മറ്റു കുട്ടികളുടെ പരീക്ഷ എഴുതുന്നതിനെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വലിയൊരു പ്രശ്നമായി മാറുകയും ചെയ്യും. കാരണം നിരവധി കുട്ടികൾ ഏതാണ്ട് 1000-ഓളം കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുകയും ചെയ്തിട്ട് അവരുടെയൊക്കെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിൽ സർക്കാർ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നു. താമരശ്ശേരിയിൽ നിന്ന് ജെ ഹോമിലേക്കായിരിക്കും നാളെ പരീക്ഷ നടക്കുക. ഈ പരീക്ഷാ സെക്രട്ടറിക്ക് പോലീസ് കൊടുത്ത കത്തുകൂടി ഈ പരീക്ഷാ കേന്ദ്ര മാറ്റത്തിന് കാരണമായിട്ടുണ്ടല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച കത്ത്, അതായത് സുരക്ഷാ കാരണങ്ങളാലുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ശക്തമായ പ്രതിഷേധമുണ്ടാകും. ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളും മാത്രമല്ല, ഈ കുട്ടിയെ ഷഹബാസിന്റെ ബന്ധുക്കളടക്കമുള്ള കാര്യങ്ങൾ അവരും ഇക്കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം അവിടെ കുട്ടികളെ കൊണ്ടുവരരുത് എന്നുള്ള കാര്യം അവരും നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സുരക്ഷാ മാർഗം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ രക്ഷിതാക്കൾ അടക്കമുള്ള ആളുകൾ സമൂഹത്തിലെ ഉന്നത പദവിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ പോലീസിലും അതോടൊപ്പം തന്നെ മറ്റു വിഭാഗങ്ങളിലൊക്കെ പങ്കാളിത്തമുള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് കൂടി വലിയൊരു പ്രശ്നമാവാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉചിതമെന്ന് പറയാവുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു AK അഭിലാഷ്. നിലവിൽ ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാൻ മറ്റൊരു പരീക്ഷാ കേന്ദ്രമായിരിക്കുന്നു. കോഴിക്കോടുള്ള ജെ ഹോമിൽ ആയിരിക്കും കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുക. താമരശ്ശേരിയിൽ ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചാൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് പോലീസ് പരീക്ഷാ സെക്രട്ടറി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പുതിയ പരീക്ഷാ കേന്ദ്രമായിരിക്കുന്നത്.